ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകളുടെ എൻ്റെ ഡെബിറ്റ് കാർഡുകളൊക്കെ ഒന്നും തപ്പിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം എൻ്റെ ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളൊക്കെ കുറേ സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് സംഭവത്തിൽ വെക്കാറ്. ഇപ്പോൾ ഇതിലാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും കൊട്ടക്കണക്കിന്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ ഞാൻ ക്ലോസ് ചെയ്തത് വേറെ കാര്യം. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റീസെൻ്റ്ലി നിങ്ങൾ ന്യൂസും കാണുന്നത് കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ ICICI ബാങ്ക് അവരുടെ ആവറേജ് മിനിമം ബാലൻസ് ഒക്കെ കൂട്ടിയിട്ട് 50,000 രൂപയ്ക്ക് ആക്കി. അത് പിന്നെ കുറച്ച് വേറെ കാര്യം, 50,000 രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം, നല്ല കാര്യമുള്ളൂ. എന്തും മാങ്ങയ്ക്കാണ് നമ്മൾ ഇതിൽ 50,000 ഒക്കെ ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത്. 3%, 2% ഇൻട്രസ്റ്റ് കിട്ടാനോ. അതുപോലെ തന്നെ HDFC ആയിക്കോട്ടെ, എല്ലാ ബാങ്കുകളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10,000 രൂപ മിനിമം 10,000 രൂപയ്ക്ക് മിനിമം ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ഏറ്റവും സുഖമായിട്ട് എക്സാമ്പിൾ നിങ്ങൾ പ്രൈമറി അക്കൗണ്ടായിട്ട് വെക്കേണ്ട, സെക്കൻഡറി അക്കൗണ്ടായിട്ടോ മിനിമം ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടായിട്ട് എപ്പോഴും സീറോ ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുക, ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഞാൻ 5 സീറോ ബാലൻസ് മെയിനായിട്ടുള്ള 5 സീറോ ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണലി ആയിട്ട് ഞാൻ കറൻ്റ്ലി 5 ആക്റ്റീവ് സീറോ ബാലൻസ് അക്കൗണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതല്ലാണ്ട് വേറെ അക്കൗണ്ട് ഉണ്ട് കേട്ടോ, വേറെ കാര്യം. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ബെസ്റ്റ് 2025 നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന 5 ബെസ്റ്റ് സീറോ ബാലൻസ് അക്കൗണ്ടുള്ള കാര്യമാണ്. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രൊമോഷൻ സംഭവമൊന്നുമല്ല, നമ്മൾ ഡയറക്റ്റ് റെഫറൽ ലിങ്കാണ് നമ്മൾ താഴെ കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ കൂടെ അപ്ലൈ ചെയ്യാം. നമ്മുടെ നോർമൽ പാൻ കാർഡും ആധാർ കാർഡും വീഡിയോ KYC ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് തുറക്കും. അപ്പോൾ തന്നെ സാധനം ഒരു 1 വീക്കിനുള്ളിൽ വെൽക്കം കിറ്റ് കിട്ടും, ആക്റ്റീവ് ആവും ചെയ്യും കേട്ടോ. ഇതിൽ മിക്ക ഇപ്പോൾ ആപ്പുകൾ, ഇപ്പോൾ ബാങ്കുകളും ഇപ്പോൾ ഇനീഷ്യൽ ഫണ്ടിങ് ഒന്നും ചോദിക്കാറില്ല. ചില ബാങ്കുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് എന്തായാലും ഇത് വഴിയെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിൽ ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽസ് എല്ലാം സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ വെബ്സൈറ്റ് jmd.banksupport.in നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്സുകളും ബാങ്ക് ലോൺസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എലിജിബിലിറ്റി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും, ക്രെഡിറ്റ് സ്കോർ നോക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതിലെല്ലാ ബാങ്ക് ലോൺസുകളും NBFC ലോൺസുകളും ക്രെഡിറ്റ് കാർഡും എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് എലിജിബിലിറ്റി അനുസരിച്ച് കാണിക്കുകയും ചെയ്യും. അത് എലിജിബിലിറ്റി കാണിക്കുന്നത് പിൻകോഡ് ബേസ്ഡ് ആണ്. അപ്പോൾ ഫുള്ളി 100% നിങ്ങൾക്ക് അത് കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല എന്നല്ല, അത് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ പിൻകോഡാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വെബ്സൈറ്റ് നോക്കി നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ മെയിൻ 5 ബാങ്ക് അക്കൗണ്ട് സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും കാര്യം പറയാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഡെബിറ്റ് കാർഡാണ് ഈ കാണുന്നത്. ഈ ഡിലൈറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു അക്കൗണ്ടാണ്, കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ടാണ്. പക്ഷേ ഇതിൻ്റെ ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത് നമ്മളൊരു ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് എടുക്കണം, എന്നാലേ സാധനം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പങ്ങളുണ്ട്. ഈ ഒരു ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഡിലൈറ്റ് കാർഡാണ്. ഈ കാർഡിന് 499 രൂപ ഇനിഷ്യൽ ചാർജ് വരുന്നുണ്ട്. ആനുവലി ചാർജും അത്ര തന്നെയാണ്. പറയുമ്പോൾ വിസ കാർഡാണ്, പക്ഷേ മാസ്റ്റർ കാർഡാണ്. ഓഫറുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് മിക്ക ആൾക്കാരും ഡെബിറ്റ് കാർഡിന് അങ്ങനെ ഭയങ്കര യൂസേജ് കുറവല്ലേ. അപ്പോൾ UPI ക്കുള്ള സ്ഥിതിക്ക് ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഈ അക്കൗണ്ടിലുണ്ട്. അല്ലാത്ത പക്ഷം വൺ ഓഫ് ദി ബെസ്റ്റ് അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അത്യാവശ്യം പ്രീ അപ്രൂവൽ ഓഫറും എന്താ പറയുക ഡെബിറ്റ് കാർഡ് ഓഫറും പ്രീ അപ്രൂവൽ ലോൺ ഓഫറും ക്രെഡിറ്റ് കാർഡ് ഓഫറൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ കറൻ്റ്ലി എനിക്കൊരു 4 ലക്ഷത്തിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ഓഫർ ഇപ്പോൾ എൻ്റെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ വേണമെങ്കിൽ അവരുടെ ഡയറക്റ്റ് ഓഫറൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇൻഡസ്ഇൻഡ് ബാങ്കുകാർ എന്നെ നമുക്കിപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നിപ്പോൾ ബിസി ആയിരുന്നു, അപ്പോൾ ഞാൻ കോളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ എനിക്ക് ഇമെയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ലാഖിൻ്റെ നമുക്ക് 4 കാർഡ് ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുക്കണമെന്ന് വെച്ചിട്ട് നമുക്ക് ആദ്യം ഇവിടെ എൻ്റെ ഏരിയയിൽ പിൻകോഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്ര കാലം ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കാർഡ് എടുക്കാഞ്ഞിട്ട്, അല്ലാണ്ട് കിട്ടാണ്ടല്ല. ഇതാ കണ്ടോ, ഈ ഒരു മെയിൽ അവരുടെ ഡയറക്റ്റ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് ഇമെയിൽ ഐഡിയൊക്കെ നോക്കാം. അപ്പോൾ ഈ 4 കാർഡ് എനിക്ക് ഓഫേർഡാണ്. ഈസി ഡൈനറും ഓറ എഡ്ജ് വിസ പ്ലാറ്റിനം ലെജൻഡ് എന്ന് പറയുന്ന 4 കാർഡ് 4 ലക്ഷം ലിമിറ്റായിട്ട്. അതും വേണം ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ചുമ്മാ പറയുന്നത് വിചാരിക്കേണ്ട. എന്താ കറണ്ട് ഓഫർ ലിമിറ്റ് ഈസ് 4 ലാക്ക്, അപ് ടു 4 ലാക്ക് അല്ല 4 ലാക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ കുറേ ഉടായ്പകൾ അപ് ടു എന്ന് പറഞ്ഞാൽ അയക്കുക. ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ ചിലപ്പോൾ 20,000 ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ പ്രീ അപ്രൂവൽ ഓഫറിന് വൺ ഓഫ് ദി ബെസ്റ്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ ഇതിനെ ഫസ്റ്റ് ഇതായിട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഞാൻ അടുത്ത് പറയുമ്പോൾ നമ്മുടെ കോട്ടക്കിൻ്റെ 8 അക്കൗണ്ടാണ്. അതിനും വേണമെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനും സെയിം ആയിട്ട് കൊടുക്കാം. രണ്ടും സൂപ്പറാണ്. പറയുമ്പോൾ കോട്ടക്ക് 8 അക്കൗണ്ടാണ് കുറച്ച് അഡ്വാൻറ്റേജ് കൂടുതൽ കിട്ടുന്നത്. എന്താണെന്ന് ഞാൻ പറയാം. എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ അതിൻ്റെ ഡെബിറ്റ് കാർഡ് ഇല്ല. കാരണം എന്താ വെച്ചാൽ നമുക്കതിൽ വെർച്വൽ കാർഡായാലും ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വെർച്വൽ കാർഡ് വേണോ അതായാലും മതി, ഫിസിക്കൽ കാർഡ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് 299 രൂപ എക്സ്ട്രാ വേറെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഡെബിറ്റ് കാർഡ് നമുക്ക് വേറെ മെയിൻ പ്രൈമറി അക്കൗണ്ട് വേറെ സംഭവം ഉണ്ടല്ലോ. തന്നെ ഒന്നാമത്തെ ഡെബിറ്റ് കാർഡ് യൂസേജ് ഭയങ്കര കുറവാണ്.
അപ്പോൾ യൂസേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്തെങ്കിലും ഈ കാർഡിന് ചില സമയത്ത് ബുക്ക് മൈ ഷോയിൽ ഓഫറൊക്കെ വരാറുണ്ട് ഈ ഇൻഡസ്ഇൻഡ് ഡിലൈറ്റ് കാർഡിന്. അല്ലാണ്ട് നമുക്കിത് യൂസേജ് തീരെ വരുന്നില്ല. അപ്പോൾ കോട്ടക് 21 അക്കൗണ്ട് എടുക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്താ വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ഇതിൻ്റെ ഒരു കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല, ആനുവൽ ചാർജും വരുന്നില്ല. അപ്പോൾ അതും ഒരു നല്ല അക്കൗണ്ടാണ്. അതും നമുക്ക് സൂപ്പറായിട്ട് പ്രീ അപ്രൂവൽ ഓഫറും അതുപോലെ തന്നെ ബാങ്ക് ലോൺ ഓഫറും ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ബാങ്ക് ആപ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ രണ്ടെണ്ണത്തിനും ബാങ്ക് ആപ്സിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ 2 ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഡിലൈറ്റ് അക്കൗണ്ടാണ്. അതിൻ്റെ ഇപ്പോൾ പുതിയ ആപ്പ് ഒരു വന്നിട്ടുണ്ട്, ഇൻഡസിൻ്റെ ഡിലൈറ്റ് അക്കൗണ്ട്. അല്ല, ഇൻഡസിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്പ് ഒരു പണ്ടത്തെ ആപ്പ് ഇപ്പം മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് പകരം പുതിയ ആപ്പായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു ആപ്പാണ്. പിന്നെ വരുന്നത് കോട്ടക്കിൻ്റെ നോർമൽ മൊബൈൽ ബാങ്കിങ് ആപ്പ് തന്നെയാണ് കേട്ടോ. അതും അവർ സെപ്പറേറ്റ് പുതിയത് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ ആപ്പ് അവർ നിർത്തിയിട്ടാണ്. പണ്ടത്തെ ആപ്പ് ഉപയോഗിക്കുന്നവർ പുതിയതിലേക്ക് മാറാൻ മറക്കരുത്. എവിടെ അത് ആവശ്യമുള്ള നേരത്തെ കോട്ടക് 81 കണ്ടോ, ഇതാണ് സംഭവം. ഒരു ആപ്പ് വരുന്നത് കോട്ടക് 81 കേട്ടോ. ആവശ്യമുള്ള നേരത്ത് നോക്കുമ്പോൾ കിട്ടില്ലേ. എന്നുവെച്ചാൽ അതിൻ്റെ സെക്യൂരിറ്റി കാണൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ പഴയ ആപ്പ് യൂസ് ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് പുതിയ ആപ്പിലേക്ക് മാറുക കേട്ടോ. അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ആദ്യത്തെ 2 സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ലിങ്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റിലൊക്കെ കൊടുക്കാം. അടുത്തതെന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് പറയുന്നത് നമ്മുടെ AU ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ടാണ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ഇപ്പോൾ ലൈവ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതും ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2.5 കൊല്ലം 3 കൊല്ലാണ്ടായി ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. ഇതും അത്യാവശ്യം ഇപ്പം നിങ്ങൾക്ക് അറിയാം AU ബാങ്ക് ഇപ്പോൾ അത്യാവശ്യം മിക്ക സ്ഥലത്തും ഇപ്പോൾ ബ്രാഞ്ചസുകളുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രീ അപ്രൂവൽ ഓഫറും കാണാം. അവരെ ക്രെഡിറ്റ് കാർഡ് ഓഫറൊക്കെ നിങ്ങൾക്ക് കണ്ടായിരിക്കും. ഇപ്പം എൻ്റെ ഏരിയയിൽ ഇപ്പോഴും പിൻകോഡ് സർവീസുകൾ അല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. പക്ഷേ നമുക്ക് പ്രീ അപ്രൂവൽ ഓഫർ ക്രെഡിറ്റ് കാർഡ് ഓഫറൊക്കെ കുറേ കാലം മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. അക്കൗണ്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു 2-3 മാസമായിപ്പോഴേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിൻകോഡ് ഇഷ്യൂ ഇല്ലതുകൊണ്ട് നമുക്ക് ഇതിട്ട് കിട്ടിയില്ല AU ബാങ്കിൻ്റെ കാർഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ പിൻകോഡ് സർവീസബിൾ ഏരിയയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം അത്യാവശ്യം നല്ലതാണ്. എന്താ വെച്ചാൽ ഒരു FDMO അത്യാവശ്യം FD ഇൻട്രസ്റ്റും കൂടുതലാണ്. എന്താ വെച്ചാൽ സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡും കിട്ടും. അപ്പോൾ ഓവറോൾ അത്യാവശ്യം ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഇങ്ങനെ ഇഷ്യൂസും കാണുന്നു ഫേസ് ചെയ്തില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കസ്റ്റമർ സപ്പോർട്ടും വരുന്നുണ്ട്. നോർമൽ എല്ലായിടത്തും ഇഷ്യൂ ഇത് റൂപേ വേരിയൻ്റാണ് കേട്ടോ. മറ്റേത് എന്തായിരുന്നു, ഇത് മാസ്റ്റർ കാർഡായിരുന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ. ഇതിപ്പോൾ ഇതുവരെയുള്ള സാധനം റൂപേ വേരിയൻ്റാണ് ഉണ്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സ്ലൈസ് ബാങ്കിൻ്റെ പുതിയ സംഭവം ഉണ്ടല്ലോ, സീറോ ബാലൻസ് അക്കൗണ്ട് ഞങ്ങളുടെ വീഡിയോ ഉണ്ടായിരുന്നു. അതും അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അതിന് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെർച്വൽ ഫിസിക്കൽ കാർഡ് എടുത്താൽ മതി, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ വെർച്വൽ കാർഡ് ആയാലും മതി. ഞാൻ എടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാൻ പറ്റാത്തത്. അതായാലും സൂപ്പർ സാധനം തന്നെയാണ്. നമുക്കിപ്പോൾ റീസെൻ്റ്ലി അവർ സ്ലൈസ് UPI ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് സ്ലൈസ് UPI ക്രെഡിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലൈസ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം. ഇനീഷ്യലി അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് അതിൽ കേട്ട് ജോയിനും ചെയ്യണം കേട്ടോ. അപ്പോൾ അതും ഒരു നല്ല പരിപാടിയാണ്. ഞാനും അപ്പോൾ അത്യാവശ്യം നല്ല FD റേറ്റും കാണുക വരുന്നുണ്ട് സ്ലൈസ് ബാങ്കിൻ്റെ അക്കൗണ്ടിൽ. ഞാനിപ്പോൾ നമ്മുടെ ഒരു മെയിൻ അക്കൗണ്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല അക്കൗണ്ടാണ്, ഇഷ്യൂസും കാണുന്നില്ല. UPI ആയിക്കോട്ടെ, UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്യാഷ് ബാക്കും കാണാൻ കിട്ടുന്നുണ്ട്, ഗെയിംസ് പോലെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഞാൻ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിനെല്ലാത്തിനും അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയർ സെയിം ആണ്. ആധാർ കാർഡും പാൻ കാർഡും മതി. വീഡിയോ KYC ലാസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. വേറെ പരിപാടികളൊന്നുമില്ല. ഓപ്പൺ ചെയ്യുക. ചില ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് അക്കൗണ്ട് AU ബാങ്കും ചില സമയത്ത് ഒരു ഇനീഷ്യൽ ഫണ്ടിങ് ചോദിക്കാം. ഇനീഷ്യൽ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ചിലപ്പോൾ കുറച്ച് ക്യാഷ് ഇടേണ്ടി വരും. അത് ഇഷ്യൂസ് വലിയ പരിപാടികളൊന്നുമല്ല. നമ്മുടെ അക്കൗണ്ട് തന്നെയാണത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ക്യാഷ് വേണമെങ്കിൽ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ അത് നമ്മുടെ അക്കൗണ്ടാണ്, അത് അത് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ അത് വലിയ സംഭവം എന്നല്ല. ഇനീഷ്യൽ ഫണ്ട് എന്ന് പറയുന്നത് അവർ ചാർജ് പിടിക്കുന്ന സംഭവം എന്നല്ല. നമ്മുടെ ക്യാഷ് ആ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, പുതിയ അക്കൗണ്ടിലേക്ക്. അത്രേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഇനീഷ്യൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ആ കാശ് അപ്പം തന്നെ എടുക്കാൻ പറ്റുന്നൊക്കെ കുറേ പേര് ചോദിക്കുക. അത് നമ്മുടെ അക്കൗണ്ട് തന്നെയല്ലേ, പിന്നെ എന്തിനാ എടുക്കണത്? അത് നമ്മുടെ അക്കൗണ്ടാണ്. നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആവും, അപ്പോൾ തന്നെ അത് ആക്റ്റീവ് ആവും. അപ്പോൾ അത് നമ്മുടെ അക്കൗണ്ട് തന്നെയാണ്, നമ്മുടെ അടുത്ത അക്കൗണ്ടാണ്. അതിലപ്പോൾ അതിലല്ലേ കാശ് ഇറങ്ങണേ. ഇപ്പം എന്താ പ്രോബ്ലം? പിന്നെ എടുക്കേണ്ട ആവശ്യം എന്താണ്? പലത്തിന് സീറോ ബാലൻസ് അക്കൗണ്ട് വേണം. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. ഈ സ്ലൈസിലൊന്നും ഇനീഷ്യൽ ഫണ്ടിങ്ങോ സംഭവമൊന്നുമില്ല. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എയർടെലിൻ്റെ പേയ്മെൻറ്റ് ബാങ്കാണ്. അതും അത്യാവശ്യം കുഴപ്പമില്ല. ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എടുത്തുള്ളൂ ഈ സാധനം. എൻ്റെ നമ്പർ എയർടെലൊന്നും അല്ല കേട്ടോ. എന്നിട്ട് ഞാൻ എയർടെൽ ആപ്പ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ആപ്പിനാണ് ഇവരുടെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടു. ഇത് ഇതിൽ ഞാൻ മെയിനായിട്ടൊക്കെ ഇതാണ് നമ്മുടെ എയർടെലിൻ്റെ പേയ്മെൻറ്റ്. നമ്മുടെ ഫിസിക്കൽ കാർഡ് ഓർഡർ ചെയ്യാൻ അവർ കാണിക്കുകയാണ്. അതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി. ഇതിന് ഓർഡർ ചെയ്യണമെങ്കിൽ എത്ര രൂപയാണ്? 290 രൂപ എത്ര രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവം തന്നെയാണ്.
ലാസ്റ്റായിട്ട് ഞാൻ അത് പറയുള്ളൂ ഈ സംഭവം. എന്താ വെച്ചാൽ അവർക്ക് സെപ്പറേറ്റ് ആപ്പോ സംഭവമൊന്നും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി അക്കൗണ്ടായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ബെസ്റ്റാണ് സീറോ ബാലൻസ് അക്കൗണ്ടാണ്. പിന്നെ എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് പക്ഷേ പറയാനും പറ്റില്ല, ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്ത് കളയും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കൊണ്ട് ലാസ്റ്റ് കൊണ്ടിട്ടേക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാങ്ക് അക്കൗണ്ടാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയില്ലല്ലോ, UPI പേയ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൈമറി അക്കൗണ്ട് ത്രൂ ചെയ്യാണ്ടിരിക്കുക, പ്രത്യേകിച്ച് അൺനോൺ ഇതിൽ QR കോഡൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ അക്കൗണ്ട് എടുത്തിടുക, അതിൽ കൂടെ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ വൺ ഓഫ് ദി ബെസ്റ്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എയർടെൽ പേയ്മെൻറ്റ് അക്കൗണ്ടിന്. ഞാനിപ്പോൾ ഈ അക്കൗണ്ടാണ് മെജോറിറ്റി UPI പേയ്മെൻറ്റ്സിനൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് എടുത്ത് പറയാൻ കാരണം. ക്യാഷ് ബാക്ക് കിട്ടണമെന്ന് ചോദിച്ചാൽ വലിയ ക്യാഷ് ബാക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇവരുടെ നമുക്ക് കുറച്ച് സെക്യൂർ ചെയ്യാനുള്ള കുറച്ച് സേഫ് ബാങ്കിങ് സംഭവങ്ങളൊക്കെ ഇവരുടെ ആപ്പിൽ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തൽക്കാലത്തേക്ക് എന്താ പറയുക ലോക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ട്. സെക്യൂർ എവറി ട്രാൻസാക്ഷൻ വിത്ത് സേഫ് പേ എന്നൊരു സംഭവം ഉണ്ട് വരാൻ കണ്ടു. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഫെയിലറായി. അത് വൺസ് എനേബിൾ യു വിൽ റിസീവ് എൻ അലേർട്ട് ഓൺ യുവർ എയർടെൽ സിം ടു ഓതറൈസ് ഈച്ച് പേയ്മെൻറ്റ്. അപ്പോൾ എൻ്റെ എയർടെൽ സിം അല്ല, അത് എയർടെൽ സിം മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് പിന്ന് സെപ്പറേറ്റ് വേണമെങ്കിൽ മാറ്റാം. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഒരു എക്സ്ട്രാ ഫീച്ചറാണ്. പ്രത്യേകിച്ച് നിങ്ങൾ എയർടെൽ യൂസർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് സേഫ് എന്നൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ അലേർട്ട് വിത്ത് യു റിസീവ്ഡ് ഓൺ എയർടെൽ സിം ടു വാലിഡേറ്റ് ദാറ്റ്. അതായത് നിങ്ങളൊരു എയർടെൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സിമ്മിൽ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ OTP വരും. അത് ത്രൂ നമുക്ക് അത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് പേയ്മെൻറ്റ്സും വാലിഡേറ്റ് ആവുള്ളൂ. അതൊരു എക്സ്ട്രാ ലെയർ ഓഫ് 2 സ്റ്റെപ്പ് ഒതന്റിക്കേഷൻ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു പരിപാടി. നല്ല കാര്യമാണ്, എക്സ്ട്രാ അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റിയാണ്. പക്ഷേ എയർടെൽ യൂസർ ആവണം, കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ പ്ലാനുകളൊക്കെ കത്തിയായി. ഇപ്പോൾ ഒന്നാമത് എല്ലാവരും പ്ലാൻ കത്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഞാനൊരു ഷോർട്ട്സ് ഇട്ടുണ്ട്, കാണത്തിൽ പോയി കണ്ടു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 5 സീറോ ബാലൻസ് അക്കൗണ്ട് 2025 എടുക്കാൻ പറ്റുന്ന ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്ന സീറോ ബാലൻസ് അക്കൗണ്ട് കേട്ടോ. എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്തില്ല കാണാം.